ഹായ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ ബൃഹത്തായ ഒരു സ്ഥാപനത്തിനടുത്താണ്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കല്യാട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നിലാണുള്ളത്. ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പടിയൂർ കല്യാട് പഞ്ചായത്തിലുള്ള 14-ാം വാർഡിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് വരാം. ഇതിൻ്റെ ഗേറ്റൊക്കെ ഇപ്പോൾ ഇവിടെ അടച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ കാലത്ത് തന്നെ ആയതുകൊണ്ട് ഇവിടെ തുറന്നില്ല. ഇപ്പോൾ സെക്യൂരിറ്റിക്കാരൊക്കെ ഇവിടെയുണ്ട്. അവരോട് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഈ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 314 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 314 ഏക്കർ വിസ്തൃതിയുണ്ട്. ഇവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും കാര്യമായ രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളും നടന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിപ്പം വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഒരുപാട് കെട്ടിടങ്ങൾ അങ്ങോട്ടുണ്ട്. അവിടെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ആ കെട്ടിടത്തിൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ പിന്നീട് ഒരിക്കൽ നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഈ ബോർഡ് ഇത് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഇവിടെ കണ്ടില്ലേ, IRIK. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം എന്ന് ഇവിടെ വലിയ ബോർഡ് ആ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിലാണുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ഇത്രയും വലിയൊരു സ്ഥാപനം നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യപ്പെടില്ല. പക്ഷേ അതിനുള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാമത്തിൽ തന്നെയാണോ ഉള്ളത്, അല്ല ഏതോ വലിയ ഒരു സിറ്റിയിലോ മറ്റോ ആണോ എത്തിപ്പെട്ടത് എന്നാണ് നമുക്കതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുക. വലിയ വലിയ കെട്ടിടങ്ങൾ, 100ഓളം ആളുകൾക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലോട്ട് കയറിയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഇത് 14-ാം വാർഡിൽ പടിയൂർ കല്യാട് പഞ്ചായത്തിലുള്ള 14-ാം വാർഡിലുള്ള ഒരു സ്ഥാപനമാണ്. അത് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിലെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി പറ്റും. അവരെ പെർമിഷൻ മേടിക്കണം. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഇവിടെയൊക്കെ സന്ദർശിക്കാനും ഒക്കെ അവിടെയുണ്ട്. ആയുർവേദ ചെടികളും അതുപോലെ സസ്യങ്ങളും ഒക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ ഉള്ളിലോട്ട് കയറിയിട്ട് കാണാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഈ സ്ഥാപനത്തിനെ പറ്റി നൽകുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, താങ്ക് യു. ഇതാണ് ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. ഉണ്ടോ, കണ്ടില്ലേ? ഇവിടെയൊക്കെ അങ്ങ് ഉള്ളിലോട്ട് ചെന്നാൽ വലിയ വലിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയൊന്നും അങ്ങോട്ട് കയറി ചെല്ലാൻ വേണ്ടി സാധിക്കില്ല. നമ്മളെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കുറേ പട്ടികൾ ഇവിടെയുണ്ട്. ഇതൊക്കെ പരിചയമുള്ള പട്ടികളായതുകൊണ്ട് നമ്മളാ
അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. ഒരുപാട് ഇവിടെ അന്തേവാസികളായിട്ട് നമ്മളെ പട്ടിക്കുഞ്ഞുങ്ങളും വലിയ പട്ടികളും ഒക്കെ ഇവിടെയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുഞ്ഞിനെ കണ്ടില്ലേ? ഇല്ല, അവർ നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകുന്ന കണ്ട. നമ്മളെ കണ്ടിട്ട് ഓടിപ്പോകുന്നത്. നമ്മളിങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതാണ്. നമ്മൾ അവിടെ വരെ വന്നിട്ടുള്ളൂ. ഉള്ളിലേക്ക് പോയിട്ട് പിന്നീട് ഒരു ദിവസം ആ വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.